ഒരു കാർ റെൻറ്റിൽ തപ്പി കണ്ടുപിടിക്കാനുള്ള നടത്തത്തിലാണ്. നല്ല കട്ട ചൂടാണ്, 40 ഡിഗ്രി വിത്ത് ഹൈ ഹ്യൂമിഡിറ്റി. ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് ഗൂഗിൾ നോക്കി അവിടെ കൂടെ പോയതാണ്. അത് ക്ലോസ്ഡാണ്. അതൊരു 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. 2.5 കിലോമീറ്റർ നടത്താം നല്ല കട്ട ചൂടത്ത്. നേരത്തെ കുളിക്കുന്ന ടെമ്പറേച്ചർ ഇവിടുത്തെ. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ സീ. ഇങ്ങനെ ഉബോൺ രാജധാനി കാണാൻ കറങ്ങാനിറങ്ങാണ്. ഇതാണ് നമ്മുടെ വണ്ടി, നമ്പർ 479. ഓക്കെ, വാടകയ്ക്കെടുത്താണ്. ഒരു ദിവസത്തേക്ക് 800 ബാത്ത്. നമുക്ക് ചെറിയ വണ്ടി മാത്രം മതിയായിരുന്നു കാരണം യാരസ് തന്നെ അങ്ങ് എടുത്തു. ഓക്കെ, 800 ബാത്ത് എന്ന് പറഞ്ഞാലും ഒരു ദിവസത്തേക്ക് 2000 രൂപ വരുന്നുള്ളൂ. അപ്പോൾ കറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഇത് ഫ്രഷ് സ്ക്വീസ്ഡ് മൾബറി ജ്യൂസാണ്. പിന്നെ നോർമൽ പച്ചവെള്ളം, പിന്നെ ഒരു ഡയറ്റ് കോക്ക്, പിന്നെ സിങ്ക 2 സിങ്കയുടെ ബിയറും. 2 ബിയറ്, കോക്ക് ഡയറ്റ്, പച്ചവെള്ളം, ഇത്രയും സാധനമാണ് ഡീഹൈഡ്രേഷൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് എൻ്റെ ഫേവറേറ്റ് ഗ്ലാസ് മൗജിൻ, ഒരു റെയ്ബാൻ, അയ്യോ റൂമിൻ്റെ താക്കോൽ അത് ഇതിലോട്ട് പോയിട്ടോ. ഓക്കെ, റൂമിൻ്റെ താക്കോല് ഉറപ്പുവരുത്തി. ഇത് ഇവിടുത്തെ എൻട്രൻസിനുള്ള NFC ടാഗാണ്, അത് എടുത്തു. പിന്നെ RFID, ഗേറ്റിൽ RF അടിക്കാനുള്ള സാധനം. പൗച്ചിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഡ്രൈ ടിഷ്യൂ, വെറ്റ് ടിഷ്യൂ, പിന്നെ ചാർജർ, കേബിൾസ്, പവർ ബാങ്ക്, പാസ്പോർട്ട്, അങ്ങനെ കുറേ സാധനം. ഇതിൻ്റെ പേഴ്സ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനം. പിന്നെ ഗിംബൽ എടുത്തിട്ടുണ്ട്, ചാർജിങ് കേബിൾ എടുത്തിട്ടുണ്ട്, പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളായിട്ട്, കാരണം എപ്പോഴാണ് തിരിച്ചിങ്ങോട്ട് കയറുക എന്നറിയത്തില്ല. അപ്പോൾ ഉബോൺ രാജധാനിയിൽ നിന്നും ഇവിടുത്തെ ലോക്കൽ ബുദ്ധക്ഷേത്രങ്ങൾ സന്ദർശിക്കാണ്ട് എൻ്റെ യാത്ര തുടങ്ങുന്നു. എപ്പോൾ തിരിച്ചെത്തും എന്നൊന്നും അറിയത്തില്ല. കുറേ ടെമ്പിൾസ് ഉണ്ട് ഇവിടെ. അപ്പം അതെല്ലാം കണ്ടിട്ട് അടിപൊളിയായിട്ട് കറങ്ങി തിരിഞ്ഞു വരാം. രാത്രി ഏതെങ്കിലും ബാറിൽ പോവാം, കള്ളടിക്കാം. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. ഇന്നും നാളെയും ജോലിയില്ലാത്തത് കാരണം ഈ 2 ദിവസങ്ങളിലാണ് കള്ളടി പരിപാടികളെല്ലാം ഉള്ളത്. അപ്പോൾ ഒരു സോളോ ട്രിപ്പിനകത്തുള്ള പ്രശ്നം വെച്ചിട്ടുള്ള നമ്മുടെ ഫോട്ടോ എടുക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം അവിടെ ടെമ്പിൾസിൽ ചെന്ന് ആരെങ്കിലും കണ്ട് ഏൽപ്പിച്ച് കൊടുത്താൽ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോണ ബി ഞാനില്ലാത്ത ഫോട്ടോകളും വീഡിയോകളും മാത്രമായിരിക്കും. അങ്ങനെ ഐശ്വര്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ റെന്റിന് വരുമ്പോൾ ഉള്ള സംഭവം ഇതാണ്. ഫ്യൂവൽ ഫുൾ ടാങ്ക് ആയിരിക്കും. തിരിച്ചു കൊടുക്കുമ്പോഴും ഫുൾ ടാങ്ക് കൊടുക്കണം. ദെൻ സാധനം ഇതാണ്, ഓട്ടോമാറ്റിക്. ഇവിടെ ഭൂരിഭാഗം എല്ലാം ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പോൾ അത് കാരണം എന്തായാലും ഇറങ്ങട്ടെ. ഒരു ഗള്ളിയാണ്, മെയിൻ റോഡിലേക്കുള്ള ഒരു ഇടവഴി. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പറയട്ടെ, സിഗ്നലിൽ കിടക്കാണ്. അതുകൊണ്ട് പറയാം, വളരെ പരസ്പര ബഹുമാനത്തോടുകൂടി വണ്ടി ഓടിക്കുന്നൊരു സ്ഥലമാണ് തായ്ലൻഡ്. ഹോണടിയില്ല, ട്രാക്ക് മാറ്റലില്ല, ഇന്ത്യക്കാരെ പോലെ ബഹളവും പരിപാടികളൊന്നും ഇല്ല. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് വണ്ടി എടുത്താൽ ചുമ്മാ പാ ഹോണടിച്ച് അലമ്പുണ്ടാക്കാൻ നിൽക്കരുത്. എല്ലാവരും വളരെ ഡീസൻ്റാണ്. മറ്റുള്ളവർക്ക് വഴി കൊടുക്കലാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവിയുള്ളൂ. ഓക്കെ, ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അത് കാണാനായിട്ടാണ് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്. ഓക്കെ, അടുത്തത് നോക്കട്ടെ, അമ്പലമാണോ സംഭവമാണോ എന്താണെന്നുള്ളത്.
അകത്ത് വണ്ടി കയറ്റാമെന്ന് തോന്നുന്നു, അതോ പുറത്തോട്ട് പോകണം. അകത്തോട്ട് വണ്ടികൾ പോകുന്നുണ്ട്. അപ്പം എന്തായാലും അകത്തോട്ട് കയറി നോക്കട്ടെ. എൻട്രൻസ് റൈറ്റ് സൈഡിലാണ് പാർക്കിംഗ്. ഓക്കെ, എല്ലാ മരത്തിനടിയിലും കിട്ടുമോ നോക്കട്ടെ, തിരിച്ചു വരുമ്പോൾ പൊള്ളാതിരിക്കാൻ. അത്യാവശ്യം ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. എൻട്രൻസ് അവിടെ നിന്ന് നടന്നു പോകണം. ഇവിടെ സാധാരണ ടെമ്പിളിൻ്റെ സൈഡിലുള്ള പോലെ ചെറിയ തുണിക്കടകളൊക്കെ ഉണ്ട്. ഇതാണ് എൻട്രൻസ്. അവിടെ നിന്ന് പൂക്കളും പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാം. കിടു ലുക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ലെഫ്റ്റിലോട്ട് ക്യാമറ തിരിക്കുമ്പോൾ കാണാം അന്യായ ലുക്ക്. ഇതാണ് സ്ഥലം. അകത്ത് കയറി കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. ബട്ട് അതിനു മുമ്പേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ടെമ്പിൾ സ്തൂപമാണ്. അതിൻ്റെ ചെറിയ മിനിയേച്ചർ സൈഡിലുണ്ട്. സരസ്വതിയുടെ രൂപമൊക്കെയാണുള്ളത്. ചുറ്റും ഗോപുരമാണ്. എന്തായാലും ചുറ്റും നടന്നു നോക്കാം. അല്ലെങ്കിൽ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിനകത്ത് പോകാം. പിന്നെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച കുറേ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട്. അവിടെ ഗരുഡൻ്റെ പുറത്ത് ഒരു രഥമൊക്കെയാണ്. കിടു സാധനം. ഗരുഡൻ്റെ പുറത്ത് ശ്രീരാമൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല കിടിലാണ്.
ബാക്ക് സൈഡിൽ നിന്നുള്ള ഗോപുരത്തിൻ്റെ വ്യൂ. ഇതാണ് അടുത്ത സ്കൾപ്ചർ. പക്ഷേ ഇതിനകത്ത് ശ്രീബുദ്ധനാണല്ലോ, രഥത്തിൽ തേരിൽ ശ്രീബുദ്ധനാണ്. എൻ്റെ സ്കീം എന്ന് പറഞ്ഞൂടെ. ഇതാണില്ലത്. നല്ല കട്ട ചൂടാണ്. തലയൊക്കെ പൊള്ളി വേറെ തൊലിക്കുന്നുണ്ട്. ടവലെടുക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ഈ ഡ്രാഗൺ ഉള്ളത്. ആൾക്കാർ സാധനങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പുറത്തുള്ളത് വലിയ തടിയിൽ കൊത്തിയതാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ് മി സീ. രഥമാണത്. ഇറ്റ്സ് എ ചാരിയറ്റ്. വലിയൊരു രഥമാണ്. അടിയിൽ വീലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇല്ലൻ സാധനം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. അങ്ങനെ ആ ടെമ്പിൾ കോംപ്ലക്സിനോട് യാത്ര പറഞ്ഞ് അടുത്ത അമ്പല ദർശനത്തിലേക്കുള്ള യാത്രയിൽ